8ാം ക്ലാസ്സിലെ NCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശം ഉൾപ്പെടുത്തിയതിൽ അസംതൃപ്തി പ്രകടമാക്കി സുപ്രീം കോടതി. NCERT നടപടിയിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ കോടതി സ്വമേധയാ കേസെടുത്തു. NCERT 8ാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീം കോടതി രംഗത്ത്. സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആശങ്ക പ്രകടിപ്പിച്ചത്. വിഷയം സ്വമേധയാ പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഏതാനും ദിവസം കാത്തിരിക്കും. കോടതിയും അഭിഭാഷകരും അസ്വസ്ഥരാണ്. കോടതി അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല. നിയമം അതിന്റെ വഴിക്ക് പോക്കും. കോടതികളുടെ തലവൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്യുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്ന് സംശയിക്കുന്നുണ്ട്. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന പാഠഭാഗം ഉൾപ്പെടുത്തിയ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് ഗൗരവമേറിയ വിഷയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മന്ത്രിമാർ, പൊതുജനങ്ങൾ, അന്വേഷണ ഏജൻസികൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവരുടെ അഴിമതികൾ മറച്ചുവെച്ച് ജുഡീഷ്യറിയുടെ അഴിമതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ദുരുദ്ദേശമാണെന്നായിരുന്നു കപിൽ സിബലിന്റെ വാദം. നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ ഉൾപ്പെടുത്തിയതാണ് പാഠപുസ്തകം പരിഷ്കരിച്ചത്. നമ്മുടെ സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക് എന്ന അധ്യായത്തിൽ കോടതികളിലെ അഴിമതി, കെട്ടിക്കിടക്കുന്ന കേസുകൾ തുടങ്ങിയ വിവരങ്ങളാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. ജഡ്ജിമാരുടെ എണ്ണക്കുറവ്, സങ്കീർണമായ നിയമ നടപടികൾ, മോശം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാരണങ്ങളാണ് കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നതെന്നും പാഠപുസ്തകത്തിൽ പരാമർശമുണ്ട്. പഴയ പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക്, സ്വതന്ത്ര ജുഡീഷ്യറി എന്നാൽ എന്ത്, കോടതികളുടെ ഘടന, കോടതികൾ എങ്ങനെ സമീപിക്കുക എന്നിവ മാത്രമാണ് വിവരിച്ചിരുന്നത്. അഴിമതിയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ലെങ്കിലും കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസം സാധാരണക്കാരന്റെ നീതി നിഷേധത്തിന് തുല്യമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണെന്നായിരുന്നു പഴയ പാഠപുസ്തകത്തിലെ പരാമർശം. കോടതിക്കകത്തും പുറത്തും ജഡ്ജിമാർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് പുതിയ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ സബോർഡിനേറ്റ് കോടതികൾ എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ ഏകദേശ കണക്കുകൾ പുതിയ പുസ്തകം നിരത്തുന്നു. നീതി വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ സ്വതന്ത്ര ജുഡീഷ്യറികളുടെ പ്രാധാന്യം വിശദീകരിക്കാനായി ഇലക്ട്രൽ ബോണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നീ 2 ഉദാഹരണങ്ങൾ ചർച്ച ചെയ്യാനും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.